അപ്പോൾ ഈ ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ് നഴ്സുമാർ ഈ CGFNSൻ്റെ ഫോം കണ്ടിട്ടുണ്ടാവും, ഫുള്ള് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ CGFNSൻ്റെ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. So CGFNS കമ്മീഷൻ ഓൺ ഗ്രാജുവേറ്റ്സ് ഓഫ് ഫോറിൻ നഴ്സിംഗ് സ്കൂൾസ്. അപ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് നേരത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വെരിഫിക്കേഷൻ എടുക്കണമായിരുന്നു, ഹോസ്പിറ്റൽസിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റോപ്പായിട്ട് നിങ്ങൾ എവിടെയാണോ നഴ്സിംഗ് പഠിച്ചത് അവിടെ ആ കോളേജിൽ നിന്നും, പിന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഏത് കൗൺസിലാണോ ആ കൗൺസിലിൽ നിന്നും കൂടെ ഒരു ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉള്ള റൂൾസ്. അപ്പോൾ ഇതിൽ നമുക്ക് CGFNSൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സ്, എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. CGFNSൻ്റെ പോർട്ടൽ ക്രിയേഷൻ മുതൽ ഇവരുടെ വിസ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കൂടെ കാണുക, അപ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഈ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം, ഇതിൻ്റെ അസിസ്റ്റൻസും കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫില്ല് ചെയ്യാനുള്ള ഫോമാണ്. ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഓൾറെഡി കാൻഡിഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പേപ്പറാണ് ഉള്ളത്. അവിടെ ഒരു സിഗ്നേച്ചർ ഇടാനുള്ള ഒരു സ്പേസും ഡേറ്റ് ഇടാനുള്ള ഒരു സ്പേസും മാത്രമാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ NMBയുടെയൊക്കെ കേസ് നോക്കുമ്പോൾ അവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ഫോം ആയിരിക്കും. പക്ഷേ CGFNS എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫോം ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് CGFNSൽ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഫോംസ് റിലീസായി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫോംസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പേജിൽ ഡേറ്റും സൈനും മസ്റ്റാണ്, അത് ഇടുക. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പൽ ഫില്ല് ചെയ്യേണ്ട ഒരുപാട് ഡീറ്റെയിൽസ് അവിടെയുണ്ട്. നമ്മുടെ നഴ്സിംഗ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങൾ ആ കോളേജിലായിരുന്നപ്പോൾ നിങ്ങളുടെ ഫുൾ പേര് എങ്ങനെയായിരുന്നു, അറ്റൻഡൻസ് രജിസ്റ്ററിലൊക്കെ നിങ്ങളുടെ പേര് എന്തായിരുന്നു. പിന്നെ ചില സ്കൂൾസോ അല്ലെങ്കിൽ കോളേജസ്, നഴ്സിംഗ് സ്കൂൾസൊക്കെ നേരത്തെ ഒരു പേരായിരിക്കും, പിന്നീട് പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ കറണ്ട് നെയിം ഓഫ് സ്കൂൾ അവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ യൂണിവേഴ്സിറ്റി ആയിരുന്നു, വൊക്കേഷണൽ ആണോ, കോളേജാണോ, സെക്കൻഡറി, ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഒരു സെയിം ക്യാമ്പസിൽ അതിൽ തന്നെ കോളേജ് ഫങ്ഷൻ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് മെൻഷൻ ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങളുടെ പ്രിൻസിപ്പൾ ഫില്ല് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഫോം കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, പിന്നെ നിങ്ങളുടെ തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻ ഏത് ലാംഗ്വേജിലായിരുന്നു എടുത്തിരുന്നത്, മീഡിയം ഏതാണ്, ക്ലിനിക്കൽ ഇൻസ്ട്രക്ഷൻ ഏത് മീഡിയം ആയിരുന്നു, എഡ്യൂക്കേഷൻ ഡോക്യുമെന്റിലുള്ള സെയിം നെയിം തന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്യണം. അതെ, അതിൽ വ്യത്യാസം വരുന്നത്. പാസ്പോർട്ടിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ സർനെയിം, ഹസ്ബൻഡിൻ്റെ പേര്, മാരേജ് ഒക്കെ കഴിയുന്നവർ അങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലും കോളേജിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ ഏതായിരുന്നോ പേര് അത് തന്നെ വെക്കുക. പിന്നെ അറ്റൻഡൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, അതെല്ലാം കംപ്ലീറ്റ്ലി സോൾലി അത് പ്രിൻസിപ്പളാണ് ഫില്ല് ചെയ്ത് എടുക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ട്രൂവേ വഴി നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഇവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ പേജിലും ആക്യുറേറ്റ് ആയിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. കാരണം പ്രിൻസിപ്പൽസ് ആയാലും മേ ബി അവർ ബിസി ഷെഡ്യൂളായിരിക്കും, അവർ ഫില്ല് ചെയ്ത് പോകുമ്പോൾ എല്ലാം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ചെക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും പേജസ് ആണ് ഇതിലുള്ളത്. ആ ഒരു കോളേജിൽ നമ്മുടെ ആ ഒരു പഠന കാലഘട്ടത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അത് ഫുള്ള് ഫില്ല് ചെയ്ത് പോവുക. ഇതിന് ഏറ്റവും ബാക്കിൽ വരുമ്പോൾ അവിടെയാണ് കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഫോൺ നമ്പർ, അവിടെ കോളേജിൻ്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത്, അവിടെ ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സ്, പിന്നെ ഇവിടെ പ്രിൻസിപ്പലിൻ്റെ ഒഫീഷ്യൽ സിഗ്നേച്ചറും ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ലെഫ്റ്റിലൊരു സ്പേസ് തന്നിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ ആ റൗണ്ട് സീൽ, ഓർഗനൈസേഷൻ്റെ സീൽ വെക്കേണ്ടത്. ഇതെല്ലാം പ്രോപ്പർലി തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ പോസ്റ്റൽ മെയിലിംഗ് അഡ്രസ്സും ഉണ്ട്, ബൈ കൊറിയർ എന്ന് പറഞ്ഞിട്ട് 2 അഡ്രസ്സുണ്ട്. അത് കൺഫ്യൂഷൻ ആവരുത്. നമുക്ക് വേണ്ടത് ഈ ബൈ കൊറിയറിൻ്റെ അഡ്രസ്സാണ്. ഈ അഡ്രസ്സിലേക്ക് വേണം നമ്മൾ അത് ആ കോളേജ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് ആ കോളേജിൻ്റെ പിൻകോഡിൽ നിന്ന് തന്നെ ഈ കൊറിയർ നമ്മൾ ഫിലാഡൽഫിയയിലേക്ക് അയക്കണം. USA ഫിലാഡൽഫിയയിലേക്കാണ് കൊറിയർ അയക്കുന്നത്. അത് കൺഫ്യൂഷൻ ആവരുത്. CGFNSന്റെ പേപ്പർ വർക്ക് എല്ലാം നടക്കുന്നത് US-ലാണ്. അവിടെയാണ് അത് അയക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു എൻവലപ്പിൽ ഇതെല്ലാം പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ ആ സീൽ കവർ ചെയ്തിട്ട് ഒഫീഷ്യൽ കോളേജിൻ്റെ സീല് ഈ കവർ ചെയ്ത് സീൽ ചെയ്തതിൻ്റെ മുകളിൽ കൂടി തന്നെ സീൽ ചെയ്യുക. ഇതുപോലെ
2-3 സീല് അടിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. നമ്മളതിൻ്റെ ഇടയിൽ ഇത് പൊട്ടിച്ചിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്താൻ വേണ്ടി കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. സീൽ ചെയ്ത് അല്ല, ഇത് ഒട്ടിച്ച് സീൽ ചെയ്ത് കോളേജ് സീൽ ചെയ്യാം, മാൻഡേറ്ററി ആണ്. അത് ശ്രദ്ധിക്കണം മെയിനായിട്ട്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഫ്രം അഡ്രസ്സും വെക്കണം, അതുപോലെ തന്നെ ടു അഡ്രസ്സും. ഫ്രം അഡ്രസ്സിൻ്റെ അവിടെ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഏത് കോളേജാണോ അവിടെ കാൻഡിഡേറ്റിന്റെ പേരിലല്ല അയക്കേണ്ടത്, കോളേജിന്റെ ഒഫീഷ്യലായിട്ട് തന്നെയാണ് അയക്കേണ്ടത്. കോളേജിൽ ടു ഫിലാഡൽഫിയ CGFNSലോട്ട് വെരിഫിക്കേഷൻ അയക്കേണ്ട ഡോക്യുമെന്റ് ആണ്. ടു അഡ്രസ്സ് നമ്മുടെ ഫിലാഡൽഫിയയുടെ CGFNSന്റെ ബൈ കൊറിയർ അഡ്രസ്സ്, അത് ഫോമിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആ അഡ്രസ്സിലേക്ക് അയക്കുക. പിന്നെ ഈ ഫോം നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഫോമിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യേണ്ട കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആ കോളേജിൽ പഠിച്ചതെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ കിട്ടിയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ് ആയിരിക്കും, കുറേ ഓൾഡാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുതിയ ട്രാൻസ്ക്രിപ്റ്റ് മസ്റ്റായിട്ടും എടുക്കുക. ഇല്ല റീസെൻ്റ്ലിയൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല, പുതിയ ട്രാൻസ്ക്രിപ്റ്റ് തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സിലബസ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ ഒരു അക്കാഡമിക് പീരീഡിലെ സിലബസ് മാൻഡേറ്ററി ആയിട്ട് വേണം. സിലബസ് എങ്ങനെ പോയാലും ഒരു 160-170 പേജസ് ഒക്കെ ഉള്ള സിലബസ് ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് 3 പേജ്, ലാസ്റ്റ് 3 പേജ്, പിന്നെ ഓൾട്ടർനേറ്റ് പേജസിലും സീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സീൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ സീല്, ഒഫീഷ്യൽ നമ്മുടെ കോളേജിൻ്റെ സീൽ, എലോങ് വിത്ത് പ്രിൻസിപ്പലിൻ്റെ സിഗ്നേച്ചർ, പിന്നെ ഡേറ്റ് ഓഫ് സൈനിങ് ദി ഡോക്യുമെൻ്റ്. ആ ഡേറ്റ് എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ ഫോമിലും ട്രാൻസ്ക്രിപ്റ്റിലും അതുപോലെ സിലബസിലും മെയിൽ ID ഡിക്ലറേഷൻ കോളേജിൽ നിന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ ഡോക്യുമെൻറ്റ്സിലും സിംഗിൾ ഡേറ്റ് ആയിരിക്കണം. പല പല ഡേറ്റ് വന്നാൽ റിജക്ഷൻ വരും. അപ്പോൾ അതും കൂടെ പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ മെയിൽ ID ഡിക്ലറേഷൻ എന്തിനാണ് മെയിനായിട്ട് എടുക്കുന്നതെന്നൊന്ന് സാർ പറയാം. നമുക്ക് കോളേജിൻ്റെ മെയിൽ ID ഇപ്പോൾ വെബ് മെയിലായിരിക്കില്ല, ചിലപ്പോൾ Gmailലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യൽ മെയിൽ ID ആണെന്ന് കൺഫേം ചെയ്യാനായിട്ട് വെബ് മെയിൽ ആണെന്നുണ്ടെങ്കിൽ മെയിൽ ID ഡിക്ലറേഷൻ ആവശ്യമില്ല. പക്ഷേ Gmail ആണ് അല്ലെങ്കിൽ യാഹൂ മെയിലോ ഔട്ട്ലുക്ക് മെയിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കോളേജിൻ്റെ ഒഫീഷ്യൽ മെയിൽ ID ഇതാണെന്ന് പറഞ്ഞിട്ട് കോളേജിൻ്റെ ലെറ്റർ ഹെഡിൽ തന്നെ ഒഫീഷ്യൽ മെയിൽ ID ഡിക്ലറേഷൻ പ്രിൻസിപ്പൾ അവർ സൈനിങ് അതോറിറ്റി ആരാണോ ആ ആളെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി ആയിട്ട് വൺസ് ഈ ഡോക്യുമെൻ്റ് എല്ലാം CGFNSലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ OET അല്ലെങ്കിൽ IELTSൻ്റെയൊക്കെ സ്കോർ സബ്മിഷൻ ചെയ്യണം. അതിനുശേഷം പിന്നെ നമ്മൾ ഈ CAP ആയിരുന്നു മുൻപ്, ഇപ്പോൾ OSCE ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ ഒരു ഉദ്ദേശം ഈ ഒരു വീഡിയോയിൽ ഈ ഫോംസ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നാട്ടിലില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേ ബി ഫാമിലീസിൽ നിന്ന് ആരും പോയി ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ അവർക്ക് നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. ബിക്കോസ് എബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ട്രൂവേ പോലൊരു ഏജൻസിയുടെ ഒരു സപ്പോർട്ട്, ഒരു സിൻസിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ സ്റ്റാഫ് നിങ്ങളുടെ കോളേജ് എവിടെയാണോ അവിടെ ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്രിൻ്റ് ഹാർഡ് കോപ്പീസ് എല്ലാം കൊണ്ടുപോയി അവിടെ നിന്ന് നേരിട്ട് പോയി പ്രിൻസിപ്പലിനെ കണ്ട് ഫില്ല് ചെയ്തിട്ട് ഡയറക്റ്റ്ലി കൊറിയർ അയച്ച് അതിൻ്റെ ട്രാക്കിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഫുൾ പ്രൊസീജിയേഴ്സ്. ഇതിനെക്കുറിച്ച് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വർക്ക് ഏൽപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ബെറ്റർ. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇത് കാരണം എന്തെങ്കിലും ഒരു ലൈൻ എഴുതാൻ വിട്ടുപോയാലോ ഒരു സീലോ ഒരു സൈനോ ഒരു ഡേറ്റോ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചർ സ്റ്റക്ക് ആക്കുന്നത്. കാരണം അത്രത്തോളം ഇവർ ആഗ്രഹിച്ചിട്ടാണ് ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും. നമ്മളൊരു മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഡ്രീമാണ്. അപ്പോൾ അത് ആ ഒരു ഡ്രീമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് തന്നെ കൊറിയർ അയക്കുക. ഇത്രയാണ് നമുക്ക് CGFNSൻ്റെ ന്യൂസിലൻഡ് മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തൊക്കെ ഫോംസ് ഫില്ല് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ വിസ അസിസ്റ്റൻസും നമ്മൾ ചെയ്യുന്ന CAPൻ്റെ അല്ലെങ്കിൽ OSCEയുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പേപ്പർ വർക്കിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഫോമും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഫോം ജസ്റ്റ് ഒന്ന് കാണിക്കാം. നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് നമ്മൾ ഏത് നഴ്സിംഗ് കൗൺസിലാണോ വർക്ക് ചെയ്തത് അവിടെ നിന്ന് CGFNSൻ്റെ ഒരു വെരിഫിക്കേഷൻ ഫോം ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. അത് നമ്മൾ CGFN ഫോം ഉണ്ടാവും. ആപ്ലിക്കൻ്റെ സിഗ്നേച്ചർ ആൻഡ് സൈൻ ഡേറ്റ് മാത്രം ഇടുക. ഇത്രയും മാത്രമേ ഇടുക. ഓക്കെ. പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. കൗൺസിലിൽ നിന്ന് എങ്ങനെയാണ് ഗുഡ് സ്റ്റാൻഡിങ് വെരിഫിക്കേഷനും എടുക്കുന്നതെന്നുള്ളത്. കൗൺസിലാകുമ്പോൾ കൗൺസിൽ സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ്. ആ ഡോക്യുമെന്റ്സും നമ്മുടെ ഫോമുമായിട്ട് സബ്മിറ്റ് ചെയ്യുക. അവർ തന്നെ ഫില്ല് ചെയ്യുന്നു, കൊറിയർ അയക്കുന്നു, ട്രാക്കിംഗ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഓരോ കൗൺസിലും പ്രോസസ്സ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ
ഓരോ കൗൺസിലിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നെക്സ്റ്റ് വീഡിയോസ് വരുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇതിൻ്റെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളോ എന്തെങ്കിലും എന്ത് ഡൗട്ടായാലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വിളിച്ചും വാട്സാപ്പ് ചെയ്തും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. അത് മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതെ. ഇപ്പോൾ ന്യൂസിലൻഡിൽ ആരെങ്കിലും മൈഗ്രേറ്റ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കതൊരു ഹെൽപ്ഫുൾ ആവും. ഓക്കെ. അപ്പോൾ ബൈ ഓൾ.